അതിനിടയിൽ എറണാകുളത്തുകാരെ ആകെ ചിരിപ്പിച്ച ആ തട്ടിപ്പിൻ്റെ സൂത്രധാരനെ കണ്ടെത്തി. ഞാനൊരു പാർട്ടിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് എൻ്റെ എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ സംഘടനാപരമായ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേട്ടില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? എറണാകുളത്തെ BJPയുടെ സംഘടനാ ശക്തി നല്ല ബോധ്യമുള്ളയാളാണ്. 4 പതിറ്റാണ്ടായി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്. അപ്പോൾ ഓർമ്മ വന്നില്ലേ? ആ തട്ടിപ്പ് ഓർമ്മ വന്നില്ലേ? ശശി തരൂരിന്റെ സ്വന്തം ചിറ്റമ്മ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് 3 അമ്പലങ്ങളുടെ മാനേജിംഗ് ട്രസ്റ്റിയാണ് അദ്ദേഹം. ASBS UP സ്കൂളിന്റെ പേരൂരുള്ള ASBS UP സ്കൂളിന്റെ മാനേജർ കൂടിയാണ്. ദേശാടൻ റിസോർട്ട്സിന്റെ ചെയർമാനാണ്. നേരത്തെ മോഹൻദാസ് അവർ പറഞ്ഞ പോലെ ശശി തരൂരിന്റെ ചെറിയച്ഛനാണ്. അദ്ദേഹത്തെ സാദരം പാർട്ടിയിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷോൾ അണിയിച്ച് അംഗത്വം നൽകുവാനായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ള സഭയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീമതി ശോഭന ശശികുമാർ ഫോറസ്റ്റ് ഗ്ലോബലിന്റെ MD ആണ്. കൺസ്ട്രക്ഷൻ ഏജൻസി, ഗ്യാസ് ഏജൻസി തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശോഭന ചേച്ചിയാണ് ശശി തരൂരിന്റെ അമ്മയുടെ നേരെ ഇളയ അനുജയാണ്. വളരെ അഭിമാനത്തോടുകൂടി ഇതെല്ലാം ഒഴുകിയെത്തുമ്പോൾ ശശി തരൂരിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒറ്റപ്പാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമുറങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പൊ ആ ചരിത്രം കുടുംബത്തിന്റെ മഹാത്മ്യം കൊണ്ടല്ല ഞാൻ പറയുന്നത്. അത്തരം പശ്ചാത്തലത്തിലുള്ള ആളുകൾ രാജനൈതിക രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ശശി തരൂരിന്റെ BJPക്കാരിയായ ഇളയമയെ ഒരിക്കൽ കൂടി മാലയിട്ട് BJPക്കാരിയാക്കിയപ്പോൾ അവർ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നേരത്തെ മുതലേ BJP തന്നെയായിരുന്നു. നേരത്തെ BJP തന്നെയാണ്. പണ്ട് മുതലേ BJPയിലാണ്. ഇപ്പൊ വന്നത് മാത്രമേ പ്രത്യേകമായിട്ട് ചേർന്നല്ല. അല്ല, നേരത്തെ മുതലേ BJP തന്നെയാണ്. പ്രചോദനമായ ഒരു ഘടകം എന്താണ്? ശരിക്കും നിങ്ങളുടെ താല്പര്യത്തിലാണ് ഇങ്ങനെ ചടങ്ങ് നടത്തിയത്? അല്ലല്ല, അതൊന്നും അല്ല. TV വീഡിയോ ഒന്നും നമുക്ക് വേണ്ട. ഇപ്പൊ തെരഞ്ഞെടുപ്പായിട്ട് പ്രത്യേകം ചേർന്നല്ലേ? അല്ല, ഞങ്ങൾ എപ്പോഴും BJP തന്നെ. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തേണ്ട ഒരു പ്രസക്തി എന്തായിരുന്നു? അങ്ങനെ ആദ്യം മുതലേ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു? അത് താല്പര്യോട് ചോദിക്കാം. മേഡം എന്താണ് മേഡം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനല്ലല്ലോ ഇതിന്റെ ആള്. അതിൻ്റെ ആളിനെ ഇപ്പൊ പിടികിട്ടിയല്ലോ. എറണാകുളത്തെ സംഘടനാശേഷി നല്ല ബോധ്യമുള്ളയാൾ, അവിടെ മത്സരിക്കാനായി ഒരുങ്ങി നിന്നയാൾ. എന്തോ ആവട്ടെ, ഇനിയും ഇങ്ങനെ പുതിയ ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? പുതിയ ദിനത്തിന് നല്ല ഐഡിയ ഇട്ടിട്ടുണ്ടോ? ഞാൻ ജയിച്ച് മന്ത്രിയാവാനുള്ള പരിപാടി എടുക്കുമ്പോൾ നിങ്ങളിതൊക്കെ ചോദിച്ചാൽ എന്നെ ഞെട്ടിക്കല്ലേ അല്ലേ? ആശയ്ക്ക് GST ഇല്ലല്ലോ ആശാനെ. ആശിക്കുമ്പോൾ മന്ത്രിയാവുന്നതല്ല, ക്യാബിനറ്റ് മന്ത്രി ആവുന്നത് തന്നെ ആശിച്ചുകൂടെ? ഏതായാലും പൊളിമിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.